ഇപ്പം നമുക്ക് മുക്കൂറ്റി പറിക്കാം. മുക്കൂറ്റി ഇത് വെച്ചിട്ട് നമുക്കൊരു മുക്കൂറ്റി ലേഹ്യം ഉണ്ടാക്കാം. സ്ത്രീകളുടെ ദിവ്യ ഔഷധം എന്ന് പറയുന്നത് മുക്കൂറ്റി. മുക്കൂറ്റിപ്പൂവിൻ്റെ ചാകര, മുക്കൂറ്റികളുടെ ചാകര, ധാരാളം മുക്കൂറ്റികൾ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുക്കൂറ്റി ലേഹ്യമാണ് കേട്ടോ, മുക്കൂറ്റി ലേഹ്യം. അപ്പം ഞാൻ ദാണ്ട മുക്കൂറ്റി എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ വെട്ടിയിട്ടിട്ടാണ് ഞാൻ ഓർത്തത്, എൻ്റെ ഇതെടുത്തില്ലല്ലോ എന്ന്, വീഡിയോ എടുത്തില്ലല്ലോ എന്നാണ്ട് ഇത്രയും വെട്ടിയിട്ടു. എൻ്റെ ബക്കറ്റിൽ ധാരാളം വെള്ളത്തിൽ വെട്ടിയിട്ടിട്ടൊരു 7 തവണയെങ്കിലും കഴുകണം. മഴയൊക്കെ ആയതുകൊണ്ട് അഴുക്ക് കാണും. അപ്പം കണ്ട ഇത്രയും ഞാൻ വെട്ടിയിട്ട്. അപ്പം ഇതോടെ ഇനി വെട്ടി വൃത്തിയാക്കണം. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ ആ ചെടി ഒന്ന് കാണിച്ചതാട്ടോ. ഇതാണ് മുക്കൂറ്റി, വേണ്ടേ, ഇതാണ് മുക്കൂറ്റി ചെടി. ഇതിൻ്റെ ലേഹ്യമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മുക്കൂറ്റിയുടെ ഇലയെല്ലാം നമ്മൾ ഇറുത്തെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 വെള്ളത്തിലെങ്കിലും കഴുകി. അതുപോലെ അതിൻ്റെ വേര് 10-15 വെള്ളത്തിൽ കഴുകി. അഥവാ എന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനത് ജ്യൂസാക്കി. സാരമില്ല. അപ്പം പിന്നെ എന്തായാലും ഇത് കണ്ടല്ലോ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുക്കൂറ്റിയുടെ നീര് സമൂലം പിഴിഞ്ഞതാണ്, വേര് സഹിതം പിഴിഞ്ഞതാണ്. പിഴിഞ്ഞെടുത്ത് ഇത്തിരി പാടായിരുന്നു കേട്ടോ പിഴിയാൻ. പിന്നെ 1-ാം പാലും 2-ാം പാലും. ഇതും 1-ാം പാലും 2-ാം പാലും തന്നെ. അത് ആദ്യമേ ഒരെണ്ണത്തിൻ്റെ പാലെടുത്ത് വെച്ചപ്പോൾ അത് കുറവാണെന്ന് തോന്നി. പിന്നെ ഒരു തെങ്ങയുടെ പാലൂടെ എടുത്ത് അത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ഇത് കരിപ്പോട്ടി ഉരുക്കിയത്, ഇത് ജീരകപ്പൊടി, ഇത് നെയ്യ്. പിന്നെ ഒരു കരിപ്പോട്ടിയും കൂടെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഞങ്ങൾ ഒരു കരിപ്പൊട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം മധുരം ഇല്ലെങ്കിൽ അതിന് കയപ്പ് കാണും. അപ്പം 2 കിലോ കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറേ മുക്കൂറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇനി കുരുമുളകും ഉലുവപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടി ഇടും. അത് ഞാൻ ഇടാൻ നേരത്ത് കാണിക്കാം. അപ്പം ഞാൻ അടുപ്പിലോട്ട് തീ കത്തിച്ചു. ഇനി ആദ്യമായിട്ട് നെയ്യ് എടുക്കും. നെയ്യ് ഒഴിക്കുക. എനിക്ക് വീഴാൻ വയ്യേ. ഇതിന് വേണ്ടുന്ന അരിപ്പൊടി കലക്കിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അരിപ്പൊടിക്ക് പകരം ഞാൻ പച്ചരി അങ്ങ് അരച്ച് വെച്ചത്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കരിപ്പോട്ടി ഉരുക്കിയത് ഒഴിക്കുക. കരിപ്പോട്ടി ഒരിക്കൽ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതായത് ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്, പറ്റിയില്ല. അപ്പോൾ അത് ഇച്ചിരി കട്ട പിടിച്ചിട്ട് ഈ മുക്കൂറ്റി ലേഹ്യം നമ്മൾ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം കേട്ടോ. അത്രയ്ക്കൊരു ദിവ്യമായ ഒരു ഔഷധമാണ് സ്ത്രീകൾക്ക്. ഗർഭപാത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. സ്ത്രീകൾക്ക് അധികമായ ബ്ലീഡിങ് ഇല്ലേ, അതൊക്കെ മാറാൻ, പിന്നെ നിത്യയൗവനം കൈവരിക്കാൻ, ജരാനരകളൊക്കെ മാറാൻ, പിന്നെ ആണുങ്ങൾക്കും കഴിക്കാം, നല്ലതാണ്. അപ്പം വർഷത്തിൽ 1-2 തവണ കഴിച്ചാൽ വളരെ നല്ലതായത്. അപ്പം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇത് ധാരാളം ഉണ്ടാകും. പറമ്പിലും റോഡിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പം നമ്മളത് പറിച്ചുകൊണ്ട് വന്ന് ഇത് പ്രയോജനപ്പെടുത്തണം. വെറുതെ അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കഴിക്കാമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ
കുറേയൊക്കെ ഒഴിവാക്കാം. എൻ്റെ അമ്മയുടെ ചേച്ചി സുഭദ്ര എന്ന് പറയും, സുഭദ്ര മൂത്തമ്മ ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം വീട്ടിൽ അമ്മയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ സുഭദ്രാമ്മ ഇതെല്ലാം, മൂത്തമ്മ ഇതെല്ലാം ഉണ്ടാക്കും. കുറേ മരുന്നുകൾ ഉണ്ടാക്കും, അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മണമാണ്. ഞങ്ങളൊക്കെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഞങ്ങളെ അടിച്ചു ഓടിക്കും, മണം വിട്ടിട്ട് കൊതി വിടുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഇത് അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ ഇത് വെച്ചൊരു എണ്ണ കാച്ചി തേക്കും, പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ മുറിവ് ഉണങ്ങാനായിട്ട്. ഈ മുക്കൂറ്റിയും പിന്നെ എന്താ കുടംപുളി, മഞ്ഞൾ എല്ലാം കൂടെ കരിച്ചിട്ട് എണ്ണ കാച്ചി അതിങ്ങനെ പ്രസവക്കാരുടെ മുറിവുകളിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പം മുറിവ് കരിയാനൊക്കെ നല്ലതായത്. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് മുക്കൂറ്റിക്ക്. ഇതിപ്പം നന്നായിട്ട് കുറുകി തുടങ്ങി, ഈ അരിയും 2 തേങ്ങാപ്പാലും കൂടെ. ഇനി നമുക്ക് ഇത് ഒഴിക്കാം. മുക്കൂറ്റിയുടെ നീര, കുറേ മുക്കൂറ്റി ഉണ്ട് കേട്ടോ, ഇത് ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 കിലോ കരിപ്പൊട്ടി, 2 തേങ്ങ ഒക്കെ എടുത്തത്. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകിയിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. ആ ഒരു പ്രോസസ്സാണ്, അത് ഇത്തിരി നീണ്ട പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുക്കൂറ്റി ലേഹ്യം ഉണ്ടാക്കാൻ 2-3 ദിവസത്തെ പ്രിപ്പറേഷനാണ് ഞാൻ. അതായത് ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് പിന്നെ അത് കഴുകി, പിന്നെ ഇതിൻ്റെ ചാറെടുക്കാനൊക്കെ കുറേ ഒത്തിരി പാടുപെട്ട്. അപ്പം പിന്നെ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇത് ഉണ്ടാക്കാൻ സമയം എടുത്തില്ല. അപ്പം പിന്നെ അതൊരു ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഇതിന് കുറുകി നന്നായിട്ട് വറ്റണം. കുറുകി തുടങ്ങി. അടുപ്പിൽ തീ അത്ര പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് സ്റ്റൗവിലോട്ട് തന്നെ എടുത്ത് വെച്ച്. കുറുകി വരുന്നുണ്ട്. ഇനിയും നന്നായിട്ട്, എന്നാലും കുറച്ചുകൂടെ കുറുകാനുണ്ട്. ഇത് ഗർഭപാത്രത്തിൻ്റെ ശുദ്ധിക്ക് വളരെ നല്ലതാണ്. പിന്നെ ത്രിദോഷങ്ങളെ അകറ്റാൻ മുക്കൂറ്റി നല്ലതാണ്. ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമോ? അപ്പം ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞുണ്ട്. അപ്പം ത്രിദോഷങ്ങളെ മാറ്റാൻ നല്ലതാണ്. പിന്നെ കഫയ്ക്കും ചുമക്കെട്ടിനും, കഫക്കെട്ടുണ്ട്, ചുമ വരത്തില്ലയോ? അപ്പം നമ്മൾ എന്തോ ചെയ്യണം, നമ്മുടെ ഇത് സമൂലം ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് തേൻ കൂട്ടിയും കഴിക്കണം, വളരെ നല്ലതാണ് അങ്ങനെ കഴിക്കുന്നത്. ത്രിദോഷങ്ങൾ അറിയത്തില്ല? വാതം, പിത്തം, കഫം. അപ്പം അത് മാറാൻ നല്ലതാണ്. പിന്നെ പ്രമേഹം ഇല്ലേ, പ്രമേഹം ഉള്ളവർക്ക് ഇതിൻ്റെ ഇല മാത്രമല്ല സമൂലം ഇട്ട് വെള്ളം കുടിക്കണം, അപ്പം നല്ലതായിരിക്കും. കുറേയൊക്കെ ഉണ്ട്. ഇനിയും കുറേ നേരം ഞാൻ അധ്വാനിക്കണം. നല്ല ക്ഷമ വേണം, എങ്കിലേ ഇത് ചെയ്യാവൂ. ഇത് കുറേ ഉണ്ട് താനും. അപ്പോൾ ഇനി പിന്നെ കാണാം. കുറേ കിടക്ക് ഇളക്കി പറ്റിക്കട്ടെ. ഇനിയും കുറുകാനുണ്ട്, കുറച്ച് നേരം കൊണ്ട് എടുക്കും. അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് കുറുകി വന്നേനെ. കുറച്ചുകൂടെ കുറുകാനുണ്ട്, എന്നാലും നമുക്ക് പൊടിയുടെ പച്ചമണമൊക്കെ മാറണ്ടേ, അതുകൊണ്ട് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കാരണം ഇത്
പിന്നെ ഇല ആയതുകൊണ്ട് വല്ല വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇടും. പിന്നെ കുരുമുളക് പൊടി ഇടും. ഈ മുറിവ് ഉണങ്ങാനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനൊരു ബ്ലഡ് കട്ടിയാവാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കാനാണ് നമ്മൾ ഈ കുരുമുളക് ഇടും. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായും കൂടി ഇടും, ഏലക്കപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുറുകാനുണ്ട്. ഇപ്പം കണ്ടോ ഇച്ചിരി നന്നായിട്ട് കുറുകി ഇറക്കാറൊക്കെ ആയി വരുന്നുണ്ട്. കണ്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. കണ്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കാറാകുമ്പോഴാണ് ചുക്കുപൊടി ഇടുന്നത്. ചുക്കുപൊടിയും കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത് ഇടണം. എന്നിട്ട് അതിനകത്തേക്ക് ഒന്നാം പാലൂടെ ഒഴിക്കുക. നല്ല ടേസ്റ്റായിരിക്കും. ഇത്രയും 2 തേങ്ങയുടെ പാലൊക്കെ ചേർത്തോണ്ടേ നല്ല രുചിയായിരിക്കും. ഇനി ലേശം നെയ്യൂടെ ചേർക്കേണ്ടി വരും. ഇതൊന്ന് സെറ്റാവട്ടെ. നല്ല മണം വരുന്നില്ലേ? കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കാം. കാരണം നമ്മൾ ലേഹ്യങ്ങളൊക്കെ ആകുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടിരിക്കും. ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരാനും പിന്നെ എൻ്റെ ഷെൽഫ് ലൈഫിന് വേണ്ടി ഒക്കെ നമ്മളിപ്പോൾ ഇച്ചിരി തോനെ ഉണ്ടാക്കുമല്ലോ. ഈ മുക്കുറ്റിലേഹ്യം കണ്ടോ നമ്മളുണ്ടാക്കിയ സ്പൂണിൽ നിന്ന് വീഴുന്നില്ല, അതിൽ തന്നെ ഇരിക്കും. ഇതാണ് കറക്റ്റ് പരുവം. ഇത് നല്ല ഷെൽഫ് ലൈഫുമാണ്. ഒന്ന് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയുമല്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.